കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ചർച്ച നടത്തി. എയിംസിന്റെ ചുമതലയുള്ള സെക്രട്ടറി അങ്കിതയുമായാണ് കെ വി തോമസ് ചർച്ച നടത്തിയത്. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം കേന്ദ്ര സംഘം കേരളം സന്ദർശിക്കുമെന്ന് കെ വി തോമസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചു. കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണം എന്നാണ് കേരളത്തിന്റെ ആവശ്യം. ടീമിനെ കേരളത്തിലേക്ക് അയച്ചായിരിക്കും തീരുമാനമെടുക്കുന്നത്. സാധാരണ എയിംസ് അനുവദിക്കുമ്പോൾ അത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് അവർ പരിഗണിക്കുന്നത്. ഇവിടെയും ടീം വന്ന് പരിശോധിച്ച് അവർക്ക് ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. സ്ഥിരമായി വെള്ള സപ്ലൈ വേണം, ഇലക്ട്രിസിറ്റി സപ്ലൈ വേണം, കണക്ടിവിറ്റി വേണം. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, അങ്ങനെയുള്ള കണക്ടിവിറ്റി ആവശ്യമുണ്ട്. കേരളത്തെ സംബന്ധിച്ചുള്ള വളരെ അനുകൂലമായ ഡിസിഷനാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ശ്രീധര മെഡിക്കൽ 4 കാര്യത്തിൽ അപ്ഗ്രഡേഷൻ അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള ഒരു വലിയ പരിഗണനയാണ് അവർ നൽകുന്നത്. സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും. വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുമായിട്ട് കൂടി സംസാരിക്കാൻ തയ്യാറാണ്. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. അബ്ദുൾ റഷീദ്, കാലങ്ങളായുള്ള കേരളത്തിൻ്റെ ആവശ്യമാണ് ഒരു എയിംസ് എന്നുള്ളത്. ഇപ്പോൾ കെ വി തോമസുമായി നടത്തിയ ചർച്ചയിൽ ചെറിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് തോന്നുന്നു. ഏതായാലും കേന്ദ്ര സംഘം കേരളത്തിലേക്ക് എത്തുന്നത് ഇക്കാര്യത്തിൽ മാത്രം ശ്രദ്ധയൂന്നി തന്നെയാണെന്ന് മനസ്സിലാക്കാമോ? സിജു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന, കേരളത്തിൻ്റെ എക്കാലത്തെയും വലിയ ആവശ്യം കൂടിയായിരുന്ന എയിംസിന് ഒരു പ്രതീക്ഷ നൽകുന്ന പ്രതികരണമാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസ് ഇന്ന് കേന്ദ്ര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ആരോഗ്യ സെക്രട്ടറിയുമായിട്ട് ഇന്ന് സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയുള്ള ഒരു പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ കേന്ദ്രത്തിൻ്റെ സംഘം കേരളത്തിലെത്തുകയും പ്രത്യേകിച്ചും കോഴിക്കോട് ആണ് നമ്മുടെ സംസ്ഥാനം ഇതിനാവശ്യമായിട്ട് സ്ഥല സൗകര്യങ്ങളൊക്കെ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സ്ഥലം സന്ദർശിക്കും. അതോടൊപ്പം ഈ സ്ഥലത്തെ പ്രത്യേകമായിട്ടുള്ള, അതായത് ഈ എയിംസ് അനുവദിക്കണമെങ്കിൽ ചില പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ തന്നെയുമുണ്ട്. അതൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും എയിംസ് ഒരു അവസാന ഘട്ടത്തിൽ അനുവദിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കെ വി തോമസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് ശേഷം എന്തായാലും ഈ സംഘം കേരളത്തിലെത്തും. കേരളത്തിലെ കോഴിക്കോടാണ് ഈ നിലവിൽ സംസ്ഥാനം നിർദ്ദേശിച്ചിട്ടുള്ള, എയിംസിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഈ മേഖലകളിലൊക്കെ തന്നെയും കേന്ദ്ര സംഘം പരിശോധന നടത്തും. പ്രത്യേകിച്ചും എല്ലാ സമയത്തും ജലലഭ്യത, അതോടൊപ്പം വൈദ്യുതി തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെയും ഈ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെയും എല്ലാ സമയവും ലഭ്യമാകുന്ന മേഖലകളിലായിരിക്കും കൂടുതലും എയിംസ് അനുവദിക്കുക എന്നുള്ളതാണ് ഈ സംഘം സൂചിപ്പിച്ചിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനുകൾ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് കേന്ദ്ര സംഘം. കേരളത്തിന്റെ എയിംസ് ആവശ്യവും മുൻനിർത്തി കേന്ദ്ര സംഘം കേരളം സന്ദർശിക്കും. പാർലമെന്റ് സെഷന് ശേഷമായിരിക്കും കേന്ദ്ര സംഘം എത്തുക എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദ് പങ്കുവച്ചത്. ഇക്കാര്യമാണ് കെ വി തോമസ് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തത്.